കാലത്തിന് മുമ്പേ ജനിച്ച മഹാപ്രതിഭാശാലിയായ ഒരു സാമൂഹ്യ നേതാവായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. 19-ാം നൂറ്റാണ്ട് മാനവ സമൂഹത്തിന് സമ്മാനിച്ച ദീർഘദർശിയായ പുണ്യ തേജസ്. കേരളത്തിന്റെ മുഴുവൻ സമുദ്ധാരണത്തിനായി നിസ്തുല സേവനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ചും സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം കൊടുത്ത ധീരമായ നേതൃത്വത്തെപ്പറ്റിയും നമുക്കിവിടെ വിചിന്തനം ചെയ്യാം. കുടിപ്പള്ളിക്കൂടങ്ങളുടെയും ആശാൻ കളരികളുടെയും നാടായിരുന്നു കേരളം 19-ാം നൂറ്റാണ്ട് വരെ. ആശാൻ കളരിയിൽ തന്നെയായിരുന്നു ചാവറയച്ചന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും. എന്നാൽ പിന്നീട് അദ്ദേഹം കേരളം മുഴുവൻ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ വെന്നിക്കൊടി പാറിച്ച അനിഷേധ്യ നേതാവായി മാറി. സമകാലീന ലോകത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് അസ്പൃശ്യരും അസംഘടിതരും അക്ഷരജ്ഞാനമില്ലാത്തവരും കഠിനാധ്വാനം മാത്രമായി വിധിക്കപ്പെട്ടവരുമായ ഒരു തരം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന തന്റെ സഹോദരങ്ങളെ ഉദ്ധരിക്കുക എന്നത് തന്റെ പ്രഥമ കടമയായി ചാവറയച്ചൻ കരുതി. അവർക്ക് അന്നുള്ള സ്കൂളുകളിലൊന്നും പ്രവേശനം നൽകിയിരുന്നില്ല. മാന്നാനം ആശ്രമത്തോട് ചേർന്ന് ഒരു സംസ്കൃത സ്കൂൾ ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അവർണ സവർണ വിവേചനമില്ലാതെ എല്ലാവർക്കും അവിടെ പ്രവേശനം നൽകി. സാക്ഷരതയും സംസ്കാരവും വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമായ ഘടകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് നാടിന്റെ നാനാഭാഗങ്ങളിലും വിദ്യാലയങ്ങൾ പണിതുയർത്തി. രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലെല്ലാം ഉന്നത നിലവാരം പുലർത്തുവാൻ കുടുംബ നവീകരണവും അതുവഴി സാമൂഹ്യ നവീകരണവും സ്വായത്തമാക്കുവാനും പ്രബുദ്ധരായ ജനസമൂഹത്തെ വാർത്തെടുക്കാനും കേരളത്തിന് സാധിച്ചത് ചാവറയച്ചൻ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വഴിയാണ്. സർക്കാർ സ്കൂളുകളിൽ പോലും തീണ്ടലും തൊടിയിലും കുലം കുത്തി വാണിരുന്നപ്പോൾ ചാവറയച്ചൻ വിദ്യാലയങ്ങൾ ആർക്കും പ്രവേശിക്കാവുന്ന പുണ്യതീർത്ഥങ്ങളാക്കി മാറ്റി. എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി. സ്കൂളുകളിൽ വരുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകിയതും ശ്ലാഘനീയം തന്നെ. ആത്മീയ വിദ്യാഭ്യാസ മേഖലകളിൽ പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഊർജസ്വമാക്കുവാൻ 1846 മാന്നാനത്ത് അച്ചടിശാലയും പ്രസിദ്ധീകരണ കേന്ദ്രവും സ്ഥാപിച്ചു. ചാവറയച്ചന്റെ ക്രാന്തദർശനത്തിന് നിറഞ്ഞ നിദർശനമാണ് മുദ്രാലയ പ്രവർത്തനങ്ങൾ. സ്ത്രീ സമുദ്ധാരണത്തിലും സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രത്തെയും സമൂഹത്തെയും വാർത്തെടുക്കാൻ സ്ത്രീ ശാക്തീകരണം അനിവാര്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അടുക്കളയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്ത്രീ ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമായ കർമ്മ പരിപാടികൾക്ക് അദ്ദേഹം രൂപം നൽകി. സ്ത്രീ നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ സമൂഹം നന്നാകും, അങ്ങനെ നാട് നന്നാകും. ഇതായിരുന്നു ചാവറയച്ചന്റെ ദർശനം. അഗതികൾക്കും അശരണർക്കും ആലംബഹീനർക്കും അഭയം നൽകാൻ ഭവനങ്ങൾ ഉണ്ടാക്കി. അയൽക്കാർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുകയാണ് ദൈവസ്നേഹം ലഭിക്കുന്നതിനുള്ള ഏറ്റവും വിശിഷ്ടമായ മാർഗമെന്ന് ചാവറയച്ചൻ ഓർമ്മപ്പെടുത്തി. അന്യർക്ക് ഉപകാരം ചെയ്യാത്ത ദിനം നിന്റെ ആയുസ്സിന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടുകയില്ല എന്ന ആശയത്തിന് ജീവൻ നൽകിയതും ചാവറയച്ചൻ തന്നെ. ന്യായമായ കൂലി ഇങ്ങനെ ഒരു സമ്പ്രദായം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കണമെന്ന് ചാവറയച്ചൻ ശഠിച്ചു. ദൈവം പാവപ്പെട്ടവർക്ക് ഒപ്പമാണെന്നും ദരിദ്രം പക്ഷത്ത് ചേരണമെന്നും അദ്ദേഹം സമ്പന്നരെ ഓർമ്മപ്പെടുത്തി. വേലക്കാരന് കൂലി നൽകാതിരുന്നാൽ അവന്റെ നിലവിളി മേഘങ്ങൾ തുളച്ച് ആകാശത്തിരിക്കുന്ന തമ്പുരാന്റെ പക്കലെത്തുമെന്നും ചാവറ പിതാവ് താക്കീത് നൽകിയിരുന്നു. മതസഹിഷ്ണുത ചാവറയച്ചന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അമൂല്യനിധിയായിരുന്നു. ആരാധനാലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഇതര മതസ്ഥരുടെ വികാരം അദ്ദേഹം കണക്കിലെടുത്തു. കേരളം ചരിത്രം പഠിക്കുമ്പോഴും രചിക്കുമ്പോഴും പല കുറി കണ്ടുമുട്ടിയ ചാവറയച്ചൻ കാലത്തിന് മുമ്പേ നടന്നു നീങ്ങിയ ഒരു നവോത്ഥാന നായകൻ തന്നെ. സത്യത്തിൽ ജ്ഞാന ഭക്തി കർമ്മ മാർഗങ്ങളെ സ്വകാര്യ വ്യക്തിത്വത്തിൽ സുന്ദരമായി സമന്വയിപ്പിച്ച ധന്യാത്മാവാണ് ചാവറയച്ചൻ. സന്യാസികളുടെ ഇടയിൽ ഒരു സമുദായ സേവകനും സമുദായ സേവകരുടെ ഇടയിൽ ഒരു സന്യാസി വര്യനും ഇരു കൂട്ടരുടെയും ഇടയിൽ ഒരു വൈദിക പുരുഷനുമായി അദ്ദേഹം ഉയർന്നു നിൽക്കുന്നു. കാലത്തിന് മുമ്പേ നടന്നു നീങ്ങിയ മഹാനായിരുന്നു ചാവറ കുര്യാക്കോസ് അച്ചനെന്ന് നമുക്ക് നിസ്സംശയം പറയാം. സമൂഹ നന്മയെ ലക്ഷ്യം വെച്ച് അദ്ദേഹം തുടക്കം കുറിച്ച എല്ലാ കർമ്മ പരിപാടികളും 100% വിജയം ഫലമണിഞ്ഞു എന്നത് നമുക്ക് അഭിമാനിക്കാം.
നമുക്ക് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കാം.